അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ തന്നെ കാണാം. മുരീദ് കെയിലും അതുപോലെ തന്നെ മുസഫർബാദിലും അടക്കം നിരവധി കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയതിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ഇപ്പോൾ അവിടെ പാകിസ്ഥാന്റെ വിവിധ വിഭാഗങ്ങൾ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭീകരപ്രവർത്തകർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആർമി ഉദ്യോഗസ്ഥർ ആശുപത്രിയിലേക്ക് എത്തി അവരെ സന്ദർശിക്കുന്ന ദൃശ്യങ്ങളാണ് നേരത്തെ പ്രേക്ഷകരോട് നമ്മൾ പങ്കുവച്ചത്. തീർച്ചയായിട്ടും ലഷ്കർ ഇ തോയ്ബയും ജെയ്ഷെ മുഹമ്മദും ഒക്കെ പാകിസ്ഥാന്റെ ആർമിയുടെ തന്നെ സഹായത്തോടെ അതിന്റെ ഒരു എക്സ്റ്റൻഡഡ് വിങ്ങായി പ്രവർത്തിക്കുന്ന സംവിധാനങ്ങളാണ്. പാകിസ്ഥാൻ സൈന്യത്തെ സംബന്ധിച്ച് ഈ ഭീകരവാദികളെ പൂർണ്ണമായും ഒഴിവാക്കി നിർത്തുകയോ അതല്ലെങ്കിൽ ഞങ്ങളുടേതല്ല എന്ന് പറയുകയോ അസാധ്യമാണ്. മിക്കവാറും ഭീകരവാദികളൊക്കെ പാക് സൈന്യത്തിൽ 2 വർഷത്തിലധികം പരിശീലനം സിദ്ധിച്ചതിന് ശേഷമാണ് ഇവരുടെ ഓപ്പറേഷൻ രംഗത്തേക്ക് ഇറങ്ങുക. ഇപ്പോൾ നമുക്കറിയാം ബഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരരും പാകിസ്ഥാന്റെ ആർമി ട്രെയിനിങ് നേടിയ ഭീകരരാണ് എന്ന റിപ്പോർട്ടുകൾ പാരാമിലിറ്ററി ഫോഴ്സിനൊപ്പം ഉണ്ടായിരുന്ന പ്രവർത്തിച്ചിരുന്നവരാണ് ഇവരൊക്കെയും. ഭീകര പ്രവർത്തനത്തിന് വലിയ ഫണ്ടിംഗ് ആണ് പാകിസ്ഥാൻ എല്ലാ കാലവും നടത്തുന്നത്. എല്ലാ ഭീകരാക്രമണങ്ങളും ഉണ്ടാവുമ്പോഴും ഇന്ത്യ വളരെ കൃത്യമായി ആ കാര്യം വെളിപ്പെടുത്തുകയും ചെയ്യാറുണ്ട്. പാക് ഫണ്ടിങ്ങോട് കൂടിയുള്ള ഭീകര സംഘടനയാണ് ഈ ആക്രമണം നടത്തിയത് എന്നത് ഇക്കാര്യത്തിലും അത് അങ്ങനെ തന്നെയാണ്. തീർച്ചയായും അതേസമയം തന്നെ മോദി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ധാരാളം ഫാൾസ് ഇൻഫർമേഷൻ പ്രൊപ്പഗാൻഡ പാകിസ്ഥാൻ അഴിച്ചുവിടുന്നുണ്ട്. അതിൽ ഒന്ന് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഒരു ബ്രിഗേഡ് ഹെഡ്ക്വാർട്ടേഴ്സ്, ഇന്ത്യൻ ബ്രിഗേഡ് ഹെഡ്ക്വാർട്ടേഴ്സ് പാകിസ്ഥാൻ ആക്രമിച്ച് തകർത്തു എന്നുള്ളതാണ്. ഇപ്പോൾ PIBയുടെ ഫാക്ട് ചെക്ക് വിഭാഗം, PIB ഫാക്ട് ചെക്ക് ഇത്തരത്തിലുള്ള ഈ പറഞ്ഞ പ്രൊപ്പഗാൻഡയെ മുഴുവൻ പൊളിക്കുന്നുണ്ട്. ഒന്ന് ഇന്ത്യൻ ഡ്രോണുകളും എയറോപ്ലെയിനുകളും വെടിവെച്ചിട്ടു എന്ന ക്ലെയിം, അതുപോലെ തന്നെ ഇന്ത്യയുടെ ബ്രിഗേഡ് ഹെഡ്ക്വാർട്ടേഴ്സ് ആക്രമിച്ചു എന്ന അവകാശവാദം, ഇങ്ങനെ തെറ്റായ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അത് കൃത്യമായി ഫാക്ട് ചെക്ക് ചെയ്ത് ഇന്ത്യ ലോകത്തോട് ഫാക്ട് ചെക്ക് ചെയ്ത് ഇതല്ല ശരി, ഇത് പ്രൊപ്പഗാൻഡയാണ് എന്ന് പറയുന്നുണ്ട്. പി ബസന്ത് തുടരുന്നുണ്ട്. ബസന്ത്, പാകിസ്ഥാന്റെ റിട്ടാലിയേഷൻ എങ്ങനെയാണ്? പുലർച്ചെ തന്നെ പാകിസ്ഥാന്റെ സുരക്ഷയ്ക്കായുള്ള സമിതി ചേർന്നിരുന്നു. പാക് പ്രധാനമന്ത്രി തന്നെ അധ്യക്ഷം വഹിച്ചിരുന്നു. അതിർത്തി മേഖലകളിൽ കനത്ത ഷെല്ലിംഗ് ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. എന്താണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം? പാകിസ്ഥാൻ ഈ അതിർത്തിയിലും നിയന്ത്രണ രേഖയിലുമൊക്കെ ഷെല്ലിംഗ് നടത്തുന്നതല്ലാതെ മറ്റു തരത്തിലുള്ള നടപടികളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. പിന്നെ ചില പ്രചരണങ്ങൾ അയച്ചുവിടുന്നുണ്ട്. ഒരു ഡ്രോൺ തകർത്തു, 5 വിമാനങ്ങൾ തകർത്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രചരണങ്ങൾ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. അതായത് പിന്നെ ഇന്ത്യയുടെ 5 വിമാനങ്ങൾ, ഒരു റഫാലും സുഖോയും പിന്നെ മിഗും ഒക്കെ തകർത്തിട്ടുണ്ട് എന്നൊക്കെ ഉള്ള തരത്തിലുള്ള പ്രചരണങ്ങളാണ് ഇപ്പോൾ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് വരുന്നത്. ഒരു ഡ്രോൺ തകർത്തിട്ടുണ്ട് എന്നൊക്കെ, അതുപോലെ തന്നെ ഷെല്ലിങ് ഞങ്ങൾ അവിടുത്തെ ഇന്ത്യൻ പോസ്റ്റുകൾ തകർത്തിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും വന്നിട്ടുള്ളത്. അതിലാകെ ഒരു സ്ഥിരീകരണം വന്നിട്ടുള്ളത് ഒരു 3 വീടുകൾ തകർന്നിട്ടുണ്ട്, 3 പേർ കൊല്ലപ്പെട്ടു എന്ന് ഇന്ത്യൻ സേന തന്നെ സമ്മതിച്ചിട്ടുണ്ട്. അതേസമയം പാകിസ്ഥാൻ്റെ പല ബങ്കറുകളും തകർത്തതായിട്ടുള്ള ഇന്ത്യൻ സേനയുടെ സ്ഥിരീകരണവും വന്നിട്ടുണ്ട്. പാകിസ്ഥാൻ വ്യോമസേനയുടെ പ്രത്യാക്രമണം ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. നാളെയാണ് സുരക്ഷാ സമിതി യോഗം അവരുടെ ചേരുന്നത്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫാണ് അല്പസമയം മുമ്പ് വാർത്താ സമ്മേളനത്തിൽ പാകിസ്ഥാൻ്റെ പരമാധികാരത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണിത്, പാകിസ്ഥാൻ മണ്ണിലേക്കാണ് ആക്രമണം വന്നിരിക്കുന്നത്, ഇത് ഞങ്ങൾ തിരിച്ചടിക്കും എന്നുള്ള തരത്തിലുള്ള പ്രതികരണം പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നാണ് വന്നിട്ടുള്ളത്. അതേസമയം പാകിസ്ഥാൻ സേന അവരുടെ ആർമേർഡ് ഡിവിഷൻ, സായുധ കവച ഡിവിഷൻ, അത് അവർ വലിയ തോതിൽ ഗ്രൂപ്പ് ചെയ്യുന്നു. അത് ഇന്ത്യൻ അതിർത്തികളിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ നിയന്ത്രണ രേഖ സൈഡിലേക്ക് നീങ്ങുന്നു എന്നുള്ളൊരു വിവരം പുറത്തു വന്നിട്ടുണ്ട്. ഏതായാലും ഇന്ത്യ വളരെ കടുത്ത നടപടികളാണ് എടുത്തിട്ടുള്ളത്. വളരെ സുസജ്ജമാണ് ഇന്ത്യൻ സേന. മാത്രമല്ല, ഇന്ന് അറബിക്കടലിൽ വ്യോമസേനയുടെ അഭ്യാസവും നേരത്തെ പ്രഖ്യാപിച്ചതാണ്. അതായത് റഫാലും സുഖോയും ഉപയോഗിച്ചിട്ടുള്ള അഭ്യാസം പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞെങ്കിലും ഇന്ന് രാത്രി തന്നെ കയറി അടിക്കുകയാണ് ഇന്ത്യ ചെയ്തത്. പാകിസ്ഥാന് നേരെ കർശനമായ നടപടി തന്നെയാണ് ഇന്ത്യ നടത്തിയിരിക്കുന്നത്. പാകിസ്ഥാനിൽ വലിയ തോതിലുള്ള പരിക്കുകൾ പലർക്കും ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ പോലും പാക് സേനാ മേധാവി അസീം മുനീർ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരെ സന്ദർശിക്കുന്ന ചിത്രങ്ങളാണ്. അപ്പോൾ അവിടെ കാഷ്വാലിറ്റീസ് വളരെ ഹൈ ആണ് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം.